ഹായ് ഹലോ ഗായ്സ്, ക്രൈസി മലയാളീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഇനി പുതിയ വീഡിയോ ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സത്യത്തിൽ ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ന്യൂ ഇയറിന് മുൻപ് ഞാൻ ഇടണം എന്ന് കരുതിയിരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ വീഡിയോ ആയിട്ട് ഇടണമെന്ന് കരുതിയതാണ്, അതല്ലെങ്കിൽ ന്യൂ ഇയറിനെങ്കിലും ഇടണമെന്ന് കരുതിയതാണ്. ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം നഗരത്ത് ഈ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെക്കറേഷൻസും ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ LMS പാളയം LMSലുള്ള കോമ്പൗണ്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ കാഴ്ചകളാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അവിടെ നിറയെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വൈനൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ വാങ്ങിക്കാറുണ്ട്. നല്ല രുചിയുള്ള വൈനാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. LMS കോമ്പൗണ്ടിൻ്റെ അകത്തായിരുന്നു ഈ ഒരു ഇതുള്ളത്. അതെല്ലാം പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ടിക്കറ്റിൻ്റെ ക്യാഷ് മുഴുവൻ എടുക്കുന്നത്. അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ടിക്കറ്റിൻ്റെ പൈസ അവർ പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സയൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ പൈസ എടുക്കുന്നത്. ഒരു ടിക്കറ്റിന് 50 രൂപയായിരുന്നു. അകത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നല്ല കാര്യത്തിൻ്റെ ഒരു ഭാഗം കൂടെ ആകാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഈ കാഴ്ചകളും കാണാം. അതോടൊപ്പം പാലിയേറ്റീവ് കെയർ പോലൊരു സംഘടനയ്ക്ക് ഒരു ഉപകാരമായിട്ട് നമുക്ക് കുറച്ച് പൈസ ടിക്കറ്റായിട്ട് എടുക്കാനും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. എനിക്ക് സത്യത്തിൽ വഴി എങ്ങോട്ടാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ആയിട്ട് കുറേ പുൽക്കൂടൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ ഒരു കവാടത്തിൻ്റെ അകത്തൂടെ പോവുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഇടതുവശത്ത് കുറച്ച് ക്രാഫ്റ്റ് വർക്കേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ക്രാഫ്റ്റ് വർക്ക്സാണ് ഇവിടെ ഉള്ളത്. പല പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ കാണാൻ നല്ലൊരു ആർട്ട് വർക്കാണ്. നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ നേരിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയപ്പോൾ അവിടെ ഫുഡ് ഫെസ്റ്റിവൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അതിൻ്റെ അകത്ത് വലിയ ഫുഡ് സ്റ്റാളുകളൊക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഒട്ടും തിരക്കുമില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും മെഡിക്കൽ എക്സിബിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ മനുഷ്യരുടെ അവയവങ്ങളൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ സത്യം ഓടിക്കളഞ്ഞു. അന്ന് എനിക്ക് കാണാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ എന്തായാലും പുറത്തിറങ്ങി വീണ്ടും കുറച്ച് പോയപ്പോഴാണ് നല്ലൊരു ഭയങ്കര അട്രാക്ഷനായിട്ടുള്ളൊരു ഇവിടെ ഒരു ഭാഗത്തെത്തിയത്. കാരണം സാന്താക്ലോസ് ഇങ്ങനെ റൈഡ് ചെയ്യുന്നതായിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നോ മൗണ്ടൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു സത്യത്തിൽ നേരിട്ട് കാണാൻ. ഭയങ്കര വലിപ്പത്തിലായിരുന്നു. അപ്പം പിന്നെ ഞാൻ അവിടെ നിന്നൊരു വഴിയിൽ ഒരു ഇടവഴിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്. അവിടെയൊക്കെ ചെറിയ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു കാണുന്നു. ഇങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ മുന്നിൽ വീണ്ടും ഒരു പുൽക്കൂട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കണ്ടത്. അതുപോലെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെയിലിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിനായിരുന്നു, എല്ലാം റീസണബിൾ റേറ്റിനായിരുന്നു നമുക്ക് കിട്ടുന്നത്. അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വീണ്ടും ഈ പുൽക്കൂടൊക്കെ കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. അവിടെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഈ രാത്രിയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ഒരു സുഖമുണ്ടെന്ന് പറയില്ല, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സത്യം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് കൂടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നടന്ന് പോയപ്പോഴാണ് സത്യത്തിൽ ഈ സ്ഥലത്ത് എനിക്ക് ഇത്രയും കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അതിന് മ്യൂസിക്കൽ ഫൗണ്ടൻ എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ നേരിട്ട് ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ ഭയങ്കര ഇത്രയും അടുത്ത് നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ഭയങ്കര രസമായിരുന്നു അത് നേരിട്ട് കാണാൻ. കാരണം ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. അത് നല്ല രസമായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ തന്നെ നിന്നു. ഈ ലൈറ്റ്സും അതിൻ്റെ ഓടൊപ്പം തന്നെ ഈ മ്യൂസിക്കിനനുസരിച്ച് ഇതിൻ്റെ ഓരോ ഡിസൈനിൽ ഈ വെള്ളം ഇങ്ങനെ ഫൗണ്ടൻ ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു. വെള്ളച്ചാട്ടം നല്ല രസമായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നടന്നപ്പോൾ അവിടുത്തെ ലാസ്റ്റ് എത്തിച്ചേർന്നത് ഈ സ്ഥലത്താണ്. അതായത് കുറച്ച് ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചെടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല വിലയ്ക്ക് തന്നെ നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പ്ലാൻ ലവറാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ കുറേ നാൾ നോക്കി നടന്ന പല ചെടികളും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. ഇവിടെ LMS കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ മെൻസ് ഹോസ്റ്റലിൻ്റെ അകത്തായിരുന്നു ഈ ഒരു ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഞാൻ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും നടന്ന് ഈ ഒരു ചർച്ചിൻ്റെ മുന്നിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിലെ ഏരിയയിലും കുറച്ച് ഡെക്കറേഷൻസും അതുപോലെ തന്നെ പുൽക്കൂടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ. കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം കൂടെ ഞാൻ നിന്നു. പിന്നെ ഞാൻ പതുക്കെ തന്നെയാണ് ഇവിടുന്ന് പോയത്. കാരണം ഇവിടുത്തെ ലൈറ്റ്സൊക്കെ കണ്ട് കുറേ നേരം ഞാൻ അങ്ങനെ തന്നെ നടന്നു. ഈ ലൈറ്റ്സൊക്കെ കണ്ട് നടക്കാൻ പ്രത്യേക ഒരു സന്തോഷമായിരുന്നു മനസ്സിന്. കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ. അതുപോലെ കൂടുതൽ ആളുകൾ ഇവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഈ ചർച്ചിൻ്റെ മുൻപിലെ ഭാഗത്തെല്ലാം. എല്ലാവരും ഈ സ്റ്റാർസിൻ്റെയും ലൈറ്റ്സിൻ്റെയും എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരക്കായിരുന്നു. എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ഈ ഏരിയയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ചർച്ച് തന്നെയാണ്. ഒരുപാട് വർഷ പഴക്കമുള്ള ചർച്ചാണ്. ഏകദേശം 120 വർഷത്തോളം പഴക്കമുണ്ട് ഈ ചർച്ചിന്. ഇവിടെ കുറേ സെയിലൊക്കെ നടക്കുന്നുണ്ട്, പല സാധനങ്ങളൊക്കെ ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇനി എൻ്റെ ലക്ഷ്യം വേറൊരു സ്ഥലമാണ്. അതെല്ലാവർക്കും ഊഹിക്കാം. നമ്മുടെ തിരുവനന്തപുരത്ത് എന്ത് ആഘോഷം വന്നാലും ആദ്യം അതിൻ്റെ എല്ലാ സെലിബ്രേഷൻസും നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കനകക്കുന്നിലാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങി നമ്മുടെ മ്യൂസിയം, അവിടെ നിന്ന് പിന്നെ കനകക്കുന്നിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കുക ഇവിടുത്തെ തിരക്ക് എല്ലാ തവണയും പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കിടന്നു. പണ്ടത്തേലും അധികമായിട്ട് ഇപ്പോൾ ക്രിസ്മസിനൊക്കെ ഭയങ്കര ഡെക്കറേഷൻസാണ്, ലൈറ്റ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ആളുകൾ ഇത്രയും തിരക്കിട്ട് വരുന്നത്. കാരണം വിദേശത്തൊക്കെ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ലൈറ്റ്സൊക്കെ പ്രതീക്ഷിക്കുള്ളൂ. അതേപോലത്തെ ഒരു ഫീലായിരുന്നു നമ്മൾ വിദേശത്തൊക്കെ പോയതുപോലെ. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ലൈറ്റ്സൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയും ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. 100 രൂപയായിരുന്നു ടിക്കറ്റ്. അതിൻ്റെയോടൊപ്പം തന്നെ ഇവിടെ വസന്തോത്സവം എന്ന് പറഞ്ഞ് ഫ്ലവർ ഷോയും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഷോയൊന്നും വലുതായിട്ട് എനിക്ക് മുമ്പും കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. എങ്കിലും ഈ ലൈറ്റൊക്കെ കാണാമല്ലോ എന്ന് കരുതിയാണ് കയറിയത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു സത്യത്തിൽ നേരിട്ട് കാണുമ്പോൾ. ഇതൊക്കെ ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല പ്ലാന്റ്സൊക്കെ ആയിരുന്നു, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ലൈറ്റും ഒക്കെ കാണുമ്പോൾ പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. വർഷത്തിൽ വല്ലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഈ ഡാലിയയുടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല പല വെറൈറ്റി പ്ലാന്റ്സാണ്. എല്ലാം നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കൂടുതലും ഡയാന്തസ് എന്ന് പറഞ്ഞുള്ള ചെടിയാണ് വെച്ചിട്ടുള്ളത്. അതിന് കുഞ്ഞു പൂക്കളായിരിക്കും, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഇവിടെ നല്ല വെറൈറ്റി ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ്സൊക്കെ കാണാൻ പറ്റി. വളരെ വെറൈറ്റി ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ട്രീസിലെല്ലാം നിറയെ ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മരങ്ങളിലും ഇങ്ങനെ ലൈറ്റൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ സ്റ്റേജ് ഷോസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗാനമേളയൊക്കെ കേട്ട് കുറച്ച് നേരം നിന്നു. വരുന്ന എല്ലാവരും തന്നെ ഭയങ്കര എൻജോയ്മെൻറ്റിൽ സന്തോഷത്തിൽ നടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും ഈ ലൈറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ്. ലൈറ്റ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കളും ചെടികളും എല്ലാം ഒരേ സമയത്ത് രണ്ടും ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പൂക്കളും കാണാം, ചെടികളും കാണാം, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലൈറ്റ്സും കാണാം. അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമുക്കിവിടെ പല പ്ലാന്റ്സും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പെൻഡാസ് എന്ന് പറഞ്ഞ ചെടിയാണ് കൂടുതലും വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാരി ഗോൾഡ് പ്ലാന്റ്സും കാണാം, നമ്മുടെ ജമന്തി ചെടി. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഡാലിയ ചെടികളുടെ മിനിയേച്ചർ വേർഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണു പോയത് ഈ ഒരു ക്രിസ്മസ് ട്രീ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഡെക്കറേഷനിലായിരുന്നു. ഭയങ്കര വലിപ്പത്തിലാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു നേരിട്ട് കാണാൻ. എല്ലാവരും ഇവിടെ വന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള തിരക്കിലായിരുന്നു. കാരണം ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ കുറേ നേരം അവിടെ തന്നെ നിന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തു. അപ്പം ഞാൻ ഇവിടെ വന്നത് 31-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അന്ന് സത്യത്തിൽ ന്യൂ ഇയറിൻ്റെ തലേന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു.
ഡിസംബർ 31 ആയതുകൊണ്ട് തന്നെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇത്രയും തിരക്ക്. എന്തായാലും നല്ല നല്ല കാഴ്ചകൾ കണ്ട് തന്നെയാണ് മുന്നോട്ട് നടക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ആയിട്ട് ലൈറ്റ്സൊക്കെ വെച്ച് സെൽഫി സ്പോട്ട്സൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റിൻ്റെ LED ലൈറ്റ്സൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ഇങ്ങനെ തിരക്ക് കൂട്ടുകയായിരുന്നു. എനിക്കപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിലൊന്നും ഈ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പോരായ്മയുണ്ട്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ ഞാൻ ഇപ്പം താഴെ കാണിക്കുന്നത് എൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഞാൻ അവിടെ താഴെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, പലരും രാത്രിയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റായിരുന്നു ഇത്. അപ്പോൾ ഇത് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ കയറി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ തിരക്ക് കാരണം ഞാൻ അകത്തൊന്നും കയറിയില്ല, ജസ്റ്റ് അങ്ങനെ നോക്കി അങ്ങനെ നടന്നു. ഇവിടെ ന്യൂ ഇയർ ആയിട്ട് 2024 എന്നൊക്കെ എഴുതിയിട്ടുള്ള ലൈറ്റാണിത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് ഇത്തവണ വന്നിട്ടുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു LED ലൈറ്റായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഇത് കണ്ട് എല്ലാവരുടെയും കണ്ണ് തള്ളിയെന്ന് തന്നെ പറയാം. അത്ര ഭയങ്കര ഒരു ലൈറ്റ് ആയിരുന്നു ഇത് ലൈറ്റ്. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് സത്യത്തിൽ ഭയങ്കര രസമായിരുന്നു. ഈ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ വന്നതുപോലെയായിരുന്നു ഇത്രയും ലൈറ്റ് ഒരുമിച്ച് കണ്ടപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ലൈറ്റ് കാണാൻ വേണ്ടിയുള്ള തിരക്കായിരുന്നു. അപ്പോൾ ഈ LED ലൈറ്റിൻ്റെ താഴെ തന്നെ അതിലൊരു സിംഗിങ് ആയിട്ടൊരു ഊഞ്ഞാല് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നല്ല രസമായിരുന്നു അത് കാണാൻ. വീണ്ടും ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. കുറേ പ്ലാന്റ്സൊക്കെ ഇവിടെ, ഇൻഡോർ പ്ലാന്റ്സും അല്ലാതെ വെളിയിൽ പുറത്ത് വയ്ക്കുന്ന ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല വിലയ്ക്ക് തന്നെയായിരുന്നു എല്ലാം സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഈ ചെടികളെല്ലാം തന്നെ 150-200 രൂപയ്ക്കൊക്കെയാണ് ഓരോ പ്ലാന്റ്സിൻ്റെ വലിപ്പം അനുസരിച്ച് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ ഒരാൾ വന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി കുറേ പേര് ഇവിടെ റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ഇതുപോലെ നടക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒത്തുകൂടാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞാൻ കനകക്കുന്ന് പാലസിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് കൂടുതലും ഫ്ലവർ ഷോയുടെ മെയിൻ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിറയെ പ്ലാന്റ്സ്, നമുക്ക് പറയാൻ പറ്റില്ല, അത്രയധികം പ്ലാന്റ്സും ഫ്ലവേഴ്സുമാണ് ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് നല്ല രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റ്സ് വെച്ച് നല്ലപോലെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലസിന് ചുറ്റും ഇങ്ങനെ നിറയെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി കാണുന്നത്. അപ്പോൾ ഇവിടെ നിറയെ ജമന്തി ചെടികളാണ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഓറഞ്ച് കളർ ജമന്തി ചെടികൾ. അതുപോലെ തന്നെ യെല്ലോ ഫ്ലവേഴ്സിൻ്റെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറേ നേരം ഞാൻ കണ്ടു നടന്നു. അപ്പോൾ ഇവിടെ നിറയെ റോസ് പ്ലാന്റ്സും വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്ടർ പ്ലാന്റ്സും ഒക്കെ പല വെറൈറ്റി ചെടികളാണ്. ഇവിടെ കുറേ ലില്ലി പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഇതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ള ചെടികളാണ്. അതുപോലെ തന്നെ ആന്തൂറിയത്തിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നല്ല വില കൂടിയ ചെടികളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ ഡാലിയ ചെടികളുടെ വലിയ പൂക്കളുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചില ചെടികളൊക്കെ ഭയങ്കരമായിട്ട് വാടി നിൽക്കുന്നുണ്ട്. അതിനൊന്നും വെള്ളം ഒഴിക്കാനിട്ടാണോ എന്നറിയില്ല, ചിലതൊക്കെ വാടിപ്പോയി. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നു. എന്തായാലും ഇവിടെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, അങ്ങനെ നടന്നു. ഈ ചെടികളുടെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ട്. ശരിക്കും ഈ വിദേശത്തൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കണ്ടിട്ടുണ്ട് ക്രിസ്മസിനൊക്കെ. ശരിക്കും അങ്ങനെ ഒരു സെറ്റാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഭയങ്കര ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത ഒരു വീടിൻ്റെ സെറ്റാണ്. അപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ എല്ലാവരും തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു.
അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ തിരക്കായിരുന്നു. അപ്പം ഓരോരുത്തരെ കുറച്ച് പേരെ ഇതാണ് അകത്ത് കടത്തി വിട്ടത്. അപ്പോൾ ഇവിടെ സ്നോമാൻ്റെ രീതിയിലൊക്കെ നിറയെ പഞ്ഞിയൊക്കെ വെച്ച് നിറയെ മഞ്ഞ് പോലെയൊക്കെ അവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയായിരുന്നു. നിറയെ എഫർട്ട് എടുത്താണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളതെന്ന് തോന്നി. അപ്പം ഞാനും അതിൻ്റെ ഉള്ളിൽ കയറി കുറേ നേരം നിന്നു. അപ്പോൾ അവിടെ നിന്ന് മാക്സിമം വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. നമ്മൾ പുറത്തെവിടെ പോയതുപോലെ വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലത്തെ ഒരു ഫീലായിരുന്നു ആ ഒരു വീട്ടിൻ്റെ അകത്ത്. ഞാൻ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു. ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ വളരെ തിരക്കായിരുന്നു. ധാരാളം പേര് ഇവിടെ നിന്ന് ഇതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. ഞാനും ഇവിടെ കുറേ നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാൻ. ശരിക്കും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് കനകക്കുന്ന് തന്നെയാണ്. എന്ത് ആഘോഷം വന്നാലും അതിപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഒക്കെ ഇവിടെയാണ് എല്ലാവരും വരുന്നത്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ലൈറ്റ്സും ഒക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത്തവണ ന്യൂ ഇയർ ആഘോഷിക്കാനും എല്ലാവരും ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കനകക്കുന്നിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോകാനുള്ള തിരക്കിലായിരുന്നു. കാരണം ന്യൂ ഇയർ ആവാൻ കുറച്ച് സമയം കൂടി അന്ന് ബാക്കിയുണ്ടായിരുന്നല്ലോ. ഞാൻ 31-ാം തീയതിയാണ് ഇവിടെ വന്നിരുന്നത്, ഡിസംബർ 31. അപ്പോൾ അന്ന് രാത്രി 10 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവിടുത്തെ എൻട്രൻസ് പോലെ ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പലരും തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് വേഗം പോകാനുള്ള നടത്തത്തിലായിരുന്നു. അപ്പോൾ തിരിച്ച് ഞാൻ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഈ വീട് ദൂരെ നിന്ന് നോക്കി കണ്ടു. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ഫാദറൊക്കെ നിൽക്കുന്നത് കണ്ടു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ക്രിസ്മസ് വ്ളോഗിൽ ഞാനും ഒരു ക്രിസ്മസ് ഫാദറായിട്ട് വേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങുന്ന നേരത്തെ ഇവിടെ പെറ്റ് ഷോ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടു. അവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ 2 കുതിരയെ മാത്രം കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു, പല സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ സ്വീറ്റ് ഐറ്റംസൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനത്തെ സ്റ്റാളൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറച്ച് മൃഗങ്ങളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ കുറേ പേരൊക്കെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കണ്ട് മതിയാക്കി ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലൈമ്പിംഗ് റോസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്തവണത്തെ തിരുവനന്തപുരത്തിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.